വ്യാഴാഴ്ച. ഈ 9 വ്യാഴാഴ്ച പ്രത്യേക നിയോഗമായിട്ട് ഇതിൽ പങ്കുചേരാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. 9 വ്യാഴാഴ്ച പ്രത്യേക നിയോഗത്തോടുകൂടെ ദിവ്യബലിയിലും ആരാധനയിലും പങ്കുചേരാൻ കർത്താവ് നമ്മെ തീർച്ചയായിട്ടും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വ്യാഴാഴ്ചകൾ പ്രത്യേകം ഓർക്കുക. കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരിക. മാതാപിതാക്കളും സഹോദരങ്ങളും നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക. അങ്ങനെ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഒന്ന് ചേർന്ന് നമുക്ക് ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രതിസന്ധികളിൽ എങ്ങനെയായിരിക്കണമെന്ന് ദൈവദാസൻ കനീസീസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവം കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഗതിവിധികളെ അഭിമുഖീകരിക്കാം. നമുക്ക് പ്രാർത്ഥനാപൂർവം കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഗതിവിഗതികളെ അഭിമുഖീകരിക്കാം. പ്രിയ നിറഞ്ഞവരെ, നമ്മൾ ഈ പ്രാർത്ഥനാ സമയത്ത് എന്ത് പ്രതിബന്ധങ്ങളുണ്ടായിക്കൊള്ളട്ടെ അതിനൊക്കെ കർത്താവ് ഉത്തരം തരും, വാതിൽ തുറന്നു തരും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഈ സമയം മുഴുവൻ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിക്കാം. ദൈവത്തെ ഒന്ന് ചേർന്ന്, മനസ്സ് തുറന്ന്, അധരം തുറന്ന് ഒന്ന് ചേർന്ന് അവിടുത്തെ നമുക്ക് ആരാധിക്കാം. യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സിലും മുഖമിൻ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യം യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സിലും നിൻമുഖമിൻ ഹൃദയത്തിലാനന്ദമേ. കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യം യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സിലും നിൻമുഖമിൻ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യം യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സിലും നിൻമുഖമിൻ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യം യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സിലും നിൻമുഖമിൻ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യം യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സിലും
നിൻ മുഖമെൻ ഹൃദയത്തിലാനന്ദമേ. കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ചേർന്ന് ചൊല്ലിത്തരുന്ന വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. യോഹന്നാൻ 6:63 ആത്മാവാണ്. ആത്മാവാണ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണേ. ആത്മാവാണ്. ആത്മാവാണ്. ജീവൻ നൽകുന്നത്. ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ ആത്മാവും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം ഇതാ വന്നുകഴിഞ്ഞു. ആത്മാവിലും സത്യത്തിലും അവിടുത്തെ ആരാധിക്കുവിൻ. യേശുവിന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. രണ്ട് കരങ്ങളും യാചനാരൂപത്തിൽ തുറന്നു പിടിച്ചുകൊണ്ട് ഈശോയിലേക്കൊന്ന് നോക്കാമോ? ഈശോ പറയുന്നത് പോലെ ചെയ്യാൻ ഉള്ള മനസ്സ് നമുക്ക് നൽകണമേ. അവിടുന്ന് തന്നെ ആ മനസ്സ് നമുക്ക് നൽകും. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. എന്നിലും വിശ്വസിക്കുവിൻ, എൻ്റെ പിതാവിലും വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനായി ഞാൻ ഇതാ പോകുന്നു. നമുക്ക് കർത്താവിൻ്റെ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ. എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ നിങ്ങൾ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. രണ്ട് കരങ്ങൾ യാചനാരൂപത്തിൽ തുറന്നു പിടിച്ചുകൊണ്ട് ആത്മാവിൻ്റെ നിറവിനായി ഒന്ന് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ
വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നിന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. സ്നേഹം സ്നേഹം ദീർഘക്ഷമയും ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല. സ്നേഹം അസൂയപ്പെടുന്നില്ല. ആത്മപ്രശംസ ചെയ്യുന്നില്ല. ആത്മപ്രശംസ ചെയ്യുന്നില്ല. അഹങ്കരിക്കുന്നില്ല. അഹങ്കരിക്കുന്നില്ല. സ്നേഹം സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. കോപിക്കുന്നില്ല. വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല. സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു. സകലതും വിശ്വസിക്കുന്നു. സകലതും പ്രത്യാശിക്കുന്നു. സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും. ഭാഷകൾ ഇല്ലാതാകും. വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. സ്നേഹത്തിൽ നിറഞ്ഞ വിശുദ്ധരോട് ചേർന്ന്, നമ്മുടെ പേരിൻ്റെ പുണ്യവാന്മാരോട് ചേർന്ന്, ദേവദാസൻ കനീസിച്ചനോട് ചേർന്ന് ഒന്ന് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവേ കനിയണമേ. മിശിഹായേ കനിയണമേ. റൂഹായേ കനിയണമേ. ത്രിയേക ദൈവമേ കനിയണമേ.
ഏകദൈവമേ കനിയണമേ. പരിശുദ്ധ മാലാഖമാരേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പരിശുദ്ധ കന്യാമറിയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മിഖായേലേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഗബ്രിയേലേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സകല വിശുദ്ധന്മാരേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പത്രോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പൗലോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യോഹന്നാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യൗസേപ്പേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഫ്രാൻസിസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയാകും അമ്മ ത്രേസ്യ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയാകും റോസായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയാകും കൊച്ചു ത്രേസ്യ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയാകും അൽഫോൻസ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ ചാവറയോപ്പേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രിസ്തുനാഥ കനിയണമേ ക്രിസ്തുനാഥ കനിയണമേ. കനിവാനിവരെ കനിയണമേ കനിവാനിവരെ കേൾക്കണമേ. ക്രിസ്തുനാഥ കേൾക്കണമേ ക്രിസ്തുനാഥ കേൾക്കണമേ. നമുക്കൊന്ന് ചേർന്ന് കർത്താവിലേക്ക് നോക്കി കുരിശിന്റെ അടയാളം വരച്ചുകൊണ്ട് നമുക്ക് തന്നെ വിശദീകരിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിന്നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒന്നാം ദശകം 3 സന്ദേശങ്ങൾ. നസ്രസിൽ
ഗത്സമനിയിൽ കല്ലറിയെങ്കിൽ ഈ ദശകത്തിൽ നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ള മക്കളെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ 9 വ്യാഴാഴ്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ദൈവാനുഗ്രഹം സിദ്ധിക്കണമെന്ന് ദൈവീകമായിട്ടുള്ള വലിയ താല്പര്യമാണെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകമായി നിങ്ങളുടെ നിയോഗങ്ങൾ ഈ സമയം ഓർക്കുക. ഏതെങ്കിലും വ്യക്തികൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഓർക്കുക. നിങ്ങളുടെ മനസ്സിൽ അവരുടെ മുഖവും പേരുകളും ഉണ്ടാകട്ടെ. പഠിക്കാനുള്ള മടി മാറിക്കിട്ടുന്നതിന് വേണ്ടി, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. ഫോണിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ അമിതമായ ഉപയോഗത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. വിശുദ്ധിയിലും വിജ്ഞാനത്തിലും എളിമയിലും മക്കൾ വളരുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. PGക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. MA ഫൈനൽ എക്സാം നന്നായി എഴുതുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. നീറ്റ് എക്സാം, നെറ്റ് എക്സാം പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉയർന്ന മാർക്കോടുകൂടി പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. പഠിക്കാനുള്ള മടി, കുട്ടികളുടെ പലതരത്തിലുള്ള രോഗങ്ങൾ, അതൊക്കെ വിട്ടുപോകുന്നതിന് വേണ്ടി ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം. തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയിലേക്ക് നോക്കി ഈശോയിൽ നിന്ന് കണ്ണെടുക്കാതെ ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യസ്തുതിക്ക് യോഗ്യമാ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. രണ്ടാം ദശകം. 3 ചിത്രങ്ങൾ. ഈശോ അനുഗ്രഹീതൻ, ദുർഭകരിൽ ദുർഭകൻ, അനുഗ്രഹദായകൻ. ഈ ദശകത്തിൽ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം കേട്ടോ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നമ്മൾ ചോദിക്കുന്നത് എന്തും അവിടുന്ന് തരാൻ തയ്യാറാണ്. ഈശോയിലേക്ക് നോക്കി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. നല്ലൊരു ജോലി ലഭിക്കുന്നതിന് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. അനുയോജ്യമായ ജീവിത പങ്കാളി ലഭിക്കുന്നതിന്, ഭർത്താവിൻ്റെ ദുശ്ശീലങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. വിസയുടെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി, വിൽക്കാനിരിക്കുന്ന സ്ഥലം പെട്ടെന്ന് വിറ്റുപോകുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. ഒരു ഭവനം പണിയുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. കടബാധ്യത മാറുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. പപ്പയുടെ ലോൺ തീരുന്നതിന് വേണ്ടി ഒരു മകൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. കാനഡയിൽ പെർമനൻ്റ് റെസിഡൻസ് PR ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. ഈ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ വ്യക്തിപരമായിട്ട് നിയോഗം ഓർത്തേ, നമ്മളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചുള്ളവരെന്ന് ഓർത്തേ, പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളവരെന്ന് ഓർത്തേ. പ്രത്യേകിച്ച് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉള്ള മക്കളുണ്ടാകാം. പഠിക്കാനോ വളരാനോ ജോലി ലഭിക്കാനോ മറ്റ് പല രീതിയിലുള്ള തടസ്സങ്ങളുള്ള മക്കളുണ്ടാകും. തടസ്സങ്ങളെല്ലാം കർത്താവ് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിത്തരും. വിശ്വാസത്തോടെ തീഷ്ണതയോടെ കർത്താവിലേക്ക് നോക്കി ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്കായി ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. മൂന്നാം ദശകം. ഈശോ രാജാതിരാജൻ, പരിഹാസ രാജാവ്, ലോകൈക സമ്രാട്ട്. സ്നേഹമുള്ളവരെ, ഈ ദശകത്തിൽ രോഗികളായിട്ടുള്ള മക്കളെയാണ് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത്. തൈറോയിഡ് രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. ഒരു വൈദികൻ്റെ ക്യാൻസർ രോഗം മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. ബിജുവിൻ്റെ ടെസ്റ്റ് റിസൾട്ടിൽ ക്യാൻസർ രോഗം ഇല്ലാതെ ആയിത്തീരുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. കിഡ്നി മാറ്റിവെക്കുന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. കാലിലെ അലർജി, ത്വക്ക് സംബന്ധമായ രോഗങ്ങളുള്ളവർ ഈ സമയം പ്രാർത്ഥിക്കണേ. ഏതെങ്കിലും തരത്തിലുള്ള അലർജികളുള്ളവർ ഈ സമയം പ്രാർത്ഥിക്കണം. അലർജി രോഗങ്ങളൊക്കെ ഈ സമയം കർത്താവ് തൊട്ട് അനുഗ്രഹിക്കും. കാൽമുട്ടിൻ്റെ വേദന, ശരീരത്തിലെ ഓരോ അവയവങ്ങളിലുള്ള വേദനകളുള്ളവർ ഈ സമയം പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. മുട്ട് വേദനിക്കുന്നവർ, മുട്ടുകുത്താൻ സാധിക്കാത്തവർ, കാലിൻ്റെ ഉപ്പുറ്റിയിൽ ശക്തമായിട്ടുള്ള വേദനകളുള്ളവർ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. വയറ്റിലൊരു മുഴ സർജറി ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് ഒരു കുഴപ്പമില്ലാതെ ഓപ്പറേഷൻ സക്സസ് ആയി തീരുന്നതിൻ്റെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. നമുക്കറിയാവുന്ന രോഗികളൊക്കെ ഓർത്തേ. ചിലപ്പോൾ അക്കൂട്ടത്തിൽ വൈദികരുണ്ടാകാം,
നമ്മുടെ കുടുംബത്തിലുള്ളവരാകാം, പ്രിയപ്പെട്ടവരാകാം. പലതരത്തിലുള്ള രോഗങ്ങൾ, ക്യാൻസർ രോഗം മൂലം, ഹൃദയ സംബന്ധമായ രോഗം മൂലം, ജീവിതശൈലി രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, മറ്റ് പലതരത്തിലുള്ള വേദനകൾ മൂലം കഷ്ടത അനുഭവിക്കുന്ന വ്യക്തികളെന്ന് ഓർത്ത് അവരുടെ മുഖമൊന്ന് മനസ്സിലേക്ക് കൊണ്ടൊന്ന് ഈശോയ്ക്ക് അവരൊന്ന് സമർപ്പിച്ച്, ഇതുപോലെ വേദന അനുഭവിക്കുന്ന അനേകം രോഗികൾ ആശുപത്രികളിലും ഭവനങ്ങളിലും ആരോരുമില്ലാതെ വേദന അനുഭവിക്കുന്ന മക്കളെ ഓർത്തുകൊണ്ട് നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരേ മനസ്സോടെ ഒന്നോടെ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് അവർക്കിത് സാധിച്ചു കിട്ടണം എന്ന വലിയ ബോധ്യത്തോടു കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യസ്തുതിക്ക് യോഗ്യമാം ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. നാലാം ദശകം. ഭൗമിക ജെറുസലേമിൻ്റെ അസ്ഥിരത അതിനെ ദുർബലയാക്കുന്നു. അത് ആദ്യം ലോകരക്ഷകനെ സ്വീകരിച്ചു, പിന്നീട് അവിടുത്തെ തിരസ്കരിച്ചു. തന്മൂലം അത് എന്നേക്കുമായി സ്വർഗീയ ജെറുസലേമിനെ വഴിമാറിക്കൊടുക്കേണ്ടി വന്നു. സ്നേഹമുള്ളവരെ, ഈ ദശകത്തെ പ്രത്യേകമായി നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് മരണം വഴിയായി നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെ ഓർത്തുകൊണ്ടാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, അപേക്ഷിക്കുമ്പോൾ തന്നെ, നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നിത്യസ്വഭാവത്തിലേക്ക് കരയറണം. നമ്മുടെ എളിയ പ്രാർത്ഥന അവർ ആഗ്രഹിക്കുന്നു, അവർ കാത്തിരിക്കുന്നു. നമ്മുടെ എളിയ പ്രാർത്ഥന അവർ ആഗ്രഹിക്കുന്നു, കാത്തിരിക്കുന്നു. നമ്മുടെ ഒരു പ്രാർത്ഥന മതി അവർ സ്വർഗത്തിലേക്ക് കരയറാൻ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴിയായി വേർപിരിഞ്ഞു പോയവരെ പ്രത്യേകമായിട്ട് ഈ സമയം ഓർത്തേ. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളാകാം, ബന്ധുമിത്രാദികളാകാം, കുടുംബാംഗങ്ങളാകാം, പ്രിയപ്പെട്ടവരാകാം, അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ കൊല ചെയ്യപ്പെട്ട കുഞ്ഞി പൈതങ്ങളാകാം. എല്ലാവരെയും ഓർത്തുകൊണ്ട്, മരണം വഴിയായി വേർപിരിഞ്ഞു പോയി എല്ലാവരെയും ഓർത്തുകൊണ്ട് തീഷ്ണതയോടെ ദേശകത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിക്ഷിക്കുക. അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്കായി ദൈവമാതാവേ, എന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ, എന്നും പ്രാർത്ഥിക്കണേ. അഞ്ചാം ദശകം. ജെറുസലം പണ്ഡിതന്മാരുടെ പൊള്ളത്തരം, പരിശുദ്ധ അമ്മയുടെ സുസ്ഥിരത. ഉയർപ്പിൻ്റെ മഹത്വത്തിലും ഈശോ ജെറുസലം പണ്ഡിതന്മാരോട് മൗനം പാലിച്ചു. അമ്മയുടെ വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും തീർത്ഥയാത്ര ഫലമണിയുന്നത് നമ്മൾ കാണുന്നു. ഈ ദശകത്തിൽ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചവരോടൊപ്പം തന്നെ ദേവദാസൻ കനീസിസിൻ്റെ നാമകരണത്തിന് സഹായിക്കുന്ന വ്യക്തികളെ, അതിനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. സാധിക്കുന്നവർക്കെല്ലാവർക്കും മുട്ടുകൾ മടക്കി ത്യാഗത്തോടുകൂടെ, സാധിക്കുന്നവർക്ക് മുട്ടുകൾ മടക്കി ത്യാഗത്തോടെ കരങ്ങൾ കുരിശാകൃതിയിൽ പിടിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നോക്കി തീഷ്ണതയോടെ ഒന്നുചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഒരുമിച്ചാണ് ഈ ദശകം പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്നായ പിതാവും നന്മ നിറഞ്ഞ മറിയമേ തുടർന്നുള്ള പ്രാർത്ഥനകളും ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ പാപങ്ങൾ പോക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നിങ്ങൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മാധവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിരക്തിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, യാത്രത്തിന് പങ്കുവരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സൽബുദ്ധിയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കർത്താവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഭഗവതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, യോഗ്യയായ കന്യകേ,
കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശക്തിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആനന്ദത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആധ്യാത്മിക പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസപുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി നിർമ്മല അപേക്ഷിക്കണമേ. ബന്ധം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണ്ണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗ്ഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദരിദ്രരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രവാചകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശുദ്ധന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകലവിശുദ്ധരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധജമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആരോപിത രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഭയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുലപാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യചെമ്പരാട്ടിൻകുട്ടി, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. കുലപാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യചെമ്പരാട്ടിൻകുട്ടി, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുലപാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യചെമ്പരാട്ടിൻകുട്ടി, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ കുടുംബത്തെ, ഈ കൂട്ടായ്മയെ, ഞങ്ങൾ ഓരോരുത്തരെയും ഓടുന്ന തൃക്കൺ പാർക്കണമേ. എപ്പോഴും പരിശീലിക്കായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ ദയാപൂർവ്വം രക്ഷിക്കണമേ. ഈ അപേക്ഷകൾ ഞങ്ങളെ കർത്താവ് ഈശോമിശിഹായുടെ തിരുമുഖത്തെ പ്രതി ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥപേക്ഷിച്ചവരിൽ ഒരുവിനെങ്കിലും അങ്ങ് അപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടുള്ളാക്കണമേ. ഓർക്കണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞി, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവീർപ്പോടും നേരോടും കൂടി പാപിയായ ഞാൻ അങ്ങേ ദയാധികതയെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവസിതവനത്തിന്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുകൊള്ളണമേ. ആമേൻ. ജീവൻ നൽകുമോടൊപ്പം നീ ഭക്തി പകർന്നതും നിത്യമൗനതമപ്പം നീ നിത്യമൗനതമപ്പം നീ സന്നിധി ചേർന്നു വണങ്ങിടുവൻ, സന്നിധി ചേർന്നു വണങ്ങിടുവൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദികടാക്ഷം ദൂഗണമേ വത്സരസുധരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യോഗ്യമല്ലൻ ഭവനം നാഥ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് അല്പസമയം സ്വസ്ഥാനിരിക്കാം. ഇന്ന് ഈ ദിവസം പ്രാർത്ഥനയ്ക്കായി കടന്നു വന്ന എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. ദൈവദാസൻ കനീസിസിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ ഇവിടെ ഏറ്റുപറയുകയാണ്. ഓരോ അനുഗ്രഹങ്ങളും ഏറ്റുപറയുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനും തീഷ്ണതയോടെ പ്രാർത്ഥിക്കാനും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ വാരസ്മരണ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവദാസനോട് കനീസിസിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സെഷണൽ എക്സാമിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങാൻ സാധിക്കുകയും കോമ്പറ്റീഷന് പ്രൈസ് വാങ്ങാൻ കഴിയുകയും ചെയ്തു. അതിന് ഒത്തിരിയേറെ നന്ദി പറയുകയാണ് അലീന എന്ന് പറയുന്ന മകൾ. മറ്റൊരു ഉപകാരസ്മരണ പ്രകാരമാണ് കനീസിസിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൻ്റെ വിവാഹം നടന്നു. തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടി. മകൾക്ക് നല്ലൊരു ജോലി ലഭിച്ച സന്തോഷമാണ് സാവിത്രി സുകുമാരൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നത്. കനീസിസിൻ്റെ മധ്യസ്ഥതയാൽ രോഗസൗഖ്യം നൽകിയതിന് ഒരു കുടുംബം പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. മറ്റൊരു ഉപകാരസ്മരണ ഇപ്രകാരമാണ്: കരൾ സംബന്ധമായ അസുഖം ബാധിച്ച ഒരു വൈദികന് വേണ്ടി ഒരു കുടുംബം കനീസിസച്ചൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചിരുന്നു. ഡോക്ടർ ബയോപ്സി ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെട്ടനുസരിച്ച് ടെസ്റ്റിന് അയച്ചിരുന്നു. ഈ വൈദികനും ഈ കുടുംബവും പ്രത്യേകമായി കനീസിസച്ചൻ്റെ ജപമാല കഴിഞ്ഞ വ്യാഴാഴ്ച ഓൺലൈനിൽ ഇരുന്ന് അതിൽ പങ്കുചേർന്നു എന്നുള്ളതാണ്. അവർക്ക് ഭയമായിരുന്നു ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുമോ. പലരും പറഞ്ഞു അതിന് കോംപ്ലിക്കേഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെയാണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. ബയോപ്സി റിസൾട്ടും കൂടി കിട്ടിക്കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച അവർ ഇവിടെ നടന്ന ജപമാലയിലും ആരാധനയിലും ഈ കുടുംബം പങ്കെടുത്ത് വൈദികന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒപ്പം ആ വൈദികനോട് ഓൺലൈനിൽ പങ്കുചേരാൻ ആവശ്യപ്പെട്ട് ലിങ്ക് അയച്ചു കൊടുത്തു. ആ വൈദികനും ഓൺലൈനിൽ ഇരുന്ന് ഇവിടുത്തെ പ്രാർത്ഥന പങ്കുചേർന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ചെറിയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഓൺലൈനിൽ നമ്മൾ ഇവിടുത്തെ ശുശ്രൂഷ, രാവിലത്തെ ദിവ്യബലിയും അതുപോലെ തന്നെ വൈകിട്ട് ആരാധനയും കൊടുക്കുന്നത്. അത് കാണുന്ന കുറച്ച് മക്കളൊക്കെയുണ്ട്. അതിനുള്ളൊരു സാക്ഷ്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉപകാരസ്മരണയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഇങ്ങനെ ഓൺലൈനിൽ പങ്കെടുത്ത 2 ദിവസത്തിന് ശേഷം ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ ഭയപ്പെട്ടതുപോലെ യാതൊരു കുഴപ്പവുമില്ല. ഒന്ന് കൈയടിച്ചൊന്ന് ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തി. ഒരു വൈദികന് ഓൺലൈനിൽ ഇരുന്ന് പങ്കെടുത്തപ്പോൾ കിട്ടിയ അനുഗ്രഹമാണ്. ഭയന്നിരുന്നു അവർ. എല്ലാം നോർമലായിരിക്കുന്നു. കനീസിസിൻ്റെ മധ്യസ്ഥാലാണ് നടന്ന വലിയൊരു അത്ഭുതമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപാട് നന്ദി പറയുകയും ചെയ്യുന്നു എന്നാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അനേകർക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് മനസ്സിൽ ഇതുപോലെ രോഗികളായിട്ടുള്ള വ്യക്തികളെ പ്രത്യേകമായിട്ട് ഓർക്കാനായിട്ട് പറയുന്നത്. അവർക്ക് അനുഗ്രഹം കിട്ടും തീർച്ചയായും. അതുപോലെ തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ. ദൈവദാസൻ കനീസിസ് നമ്മെ തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വലിയ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ. തീഷ്ണതയോടെ നമുക്കും തുടർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഇന്നുൾപ്പെടെ ഇനി വരുന്ന വ്യാഴാഴ്ച 9 വ്യാഴാഴ്ചകളാണ്. അതിൽ മുടങ്ങാതെ പങ്കെടുക്കാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുമക്കളെയും ചെറുപ്പക്കാരെയും യുവതിവാക്കളൊക്കെ കൂടെ കൊണ്ടുവരണം. ദിവ്യബലിയിലും അതുപോലെ തന്നെ വൈകിട്ടുള്ള ആരാധനയിലും. അതോടൊപ്പം തന്നെ 1-ാം തീയതി മുതൽ നോമ്പ് കാലഘട്ടം ആരംഭിക്കുകയാണ്. അപ്പോൾ അതൊരു പ്രത്യേക നിയോഗത്തോടു കൂടെ ഇതിൽ വന്ന് പങ്കുചേരുക. അത് അനുഗ്രഹ കാരണമായി തീരും. അതിനുള്ള ഉപകാരസ്മരണ പിന്നീട് വരുമ്പോൾ അത് നമുക്ക് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ വരുന്ന 2025 സഭയിൽ ജൂബിലി വർഷമാണ്. 2025 കത്തോലിക്ക തിരുസഭയിൽ ജൂബിലി വർഷം. അതിൻ്റെ ജനുവരി 29-ാം തീയതിയാണ്
ദേവദാസൻ കനീസിയുസിൻ്റെ ശ്രാദ്ധം നമ്മൾ പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നത്. അതിനുള്ള ഒരുക്കമാണ് ഈ വരുന്ന 9 വ്യാഴാഴ്ചകളെന്ന് കൂടെ അറിയിക്കുകയാണ്. പ്രാർത്ഥിച്ചൊരുങ്ങണം എന്നുള്ളതാണ്. പ്രാർത്ഥിച്ചൊരുങ്ങാതെ ഇവിടേക്ക് കടന്നു വരുന്ന മക്കൾക്ക് അനുഗ്രഹം കിട്ടുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചൊരുങ്ങുന്നുവോ അത്രമാത്രം വിശ്വാസികൾ വന്ന് പ്രാർത്ഥിക്കുകയും അവരൊക്കെ അനുഗ്രഹം സ്വീകരിച്ചു പോവുകയും ചെയ്യും. നമ്മളതിനു വേണ്ടി കഴിഞ്ഞ വ്യാഴാഴ്ച പള്ളി കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും അതിനോട് താല്പര്യമുള്ള മക്കളൊക്കെ ഒരുമിച്ച് കൂടിയിരുന്നു. ഒരു മീറ്റിംഗ് നമ്മൾ ഒരുമിച്ച് കൂടി. അതിൻ്റെ കൺവീനറും ജോയിൻറ്റ് കൺവീനറും മറ്റ് കമ്മിറ്റികളൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരൊക്കെ നല്ല മനസ്സോടെ ഒത്തിരി പേര് ആ മീറ്റിങ്ങിൽ വന്ന് പങ്കുചേർന്നു. അതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഒരേ മനസ്സോടെ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ വ്യാഴാഴ്ചകളിൽ പ്രത്യേകമായിട്ട് മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനായിട്ട്. ഇനി തുടർന്നുള്ള പരിപാടികളൊക്കെ ഓരോ ചെറിയ മീറ്റിങ്ങുകളും തുടർന്നുള്ള വലിയ മീറ്റിങ്ങുകളൊക്കെ നടത്തി കൂടുതൽ ആസൂത്രണം ചെയ്ത് ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ, ഈ ദേശത്തിൻ്റെ ഒരു അനുഗ്രഹമായി തീരാൻ ആ ദിവസത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഇന്നു മുതൽ നിങ്ങൾ ജപമാല കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ അധികം പറയുന്നില്ല, ഒരു രഹസ്യം ഈ നിയോഗത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞു പോകുമ്പോൾ കനീസിയുസിൻ്റെ മനോഹരമായിട്ടുള്ളൊരു പടം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്നതാണ്. കുട്ടികളെല്ലാവരും വാങ്ങിക്കണമെന്നില്ല, മുതിർന്നവരത് വാങ്ങിക്കുക. അത് കൊണ്ടുപോയി നമ്മുടെ വീടിൻ്റെ പ്രധാന സ്ഥലങ്ങളിൽ അത് സ്ഥാപിക്കുക. വലിയ സംരക്ഷണം നമുക്ക് അതുവഴിയായിട്ടുണ്ടാകട്ടെ. നമ്മുടെ ഇടവകളിൽ മുഴുവനും അത് വിതരണം ചെയ്യപ്പെടുന്നതാണ് കുടുംബസമ്മേളനങ്ങൾ വഴി. അതോടൊപ്പം തൊട്ടടുത്ത ഇടവകളിലൊക്കെ വിതരണം ചെയ്യാൻ ഒരു സഹോദരൻ്റെ സന്മനസ്സാണ് ഇതിന് കാരണം. അദ്ദേഹത്തിന് ലഭിച്ച വലിയ അനുഗ്രഹത്തെ പ്രതി പ്രത്യേകമായിട്ട് അത് പറയേണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വലിയ അനുഗ്രഹം ലഭിച്ചതുവഴി അതിൻ്റെ ഓർമ്മയ്ക്ക് അത് പ്രത്യേകമായിട്ട് ഈ കനീസിയുസിൻ്റെ പടം നമുക്കെല്ലാവർക്കും വിതരണം ചെയ്യുകയാണ്. തൊട്ടടുത്തുള്ള ഇടവകളിലൊക്കെ അത് എത്തിക്കണമെന്നാണ് ആഗ്രഹം. അതിന് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്യും. അതോടൊപ്പം ശ്രാദ്ധ ദിനത്തിൽ വരുന്നവർക്കെല്ലാവർക്കും ഈ മനോഹരമായിട്ടുള്ള പടം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് ഓർക്കുക. അതോടൊപ്പം അവസാനമായിട്ട് അച്ഛന് പറയാനായിട്ടുള്ളൊരു കാര്യം, ഈ ശ്രാദ്ധ ദിനത്തിനായിട്ട് ഒത്തിരിയേറെ സാമ്പത്തികമായിട്ടുള്ള പരാധീനത നമുക്കുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ചിലവുകളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. വരുന്നവർക്കൊക്കെ നല്ല സ്നേഹവിരുന്ന് നമുക്ക് കൊടുക്കണം, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ നമ്മുടെ കടമയായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തികളുടെ മനസ്സിൽ നല്ല പ്രേരണ തുടങ്ങിയാണ്. ഒത്തിരിയേറെ മക്കൾ അനുഗ്രഹം സ്വീകരിച്ചവരുണ്ട് കനീസിയുസിൽ നിന്ന്. അവരൊന്ന് മനസ്സ് വെച്ചാൽ മതി ഈ കാര്യങ്ങൾ സാമ്പത്തികമായ ഭാഗം ഭംഗിയാക്കി തീർക്കാൻ. അത് നിങ്ങളോട് സ്നേഹപൂർവ്വം ഞാൻ പറയുകയാണ്. എനിക്കത്ര പറയാൻ ഇഷ്ടമുള്ള വിഷയമല്ല, പക്ഷേ എങ്കിലും സാഹചര്യമനുസരിച്ച് ഞാൻ പറയുകയാണ്. അനുഗ്രഹം സ്വീകരിച്ചവരോ അല്ലാത്തവരോ സ്വദേശങ്ങളിൽ നിന്നോ വിദേശങ്ങളിൽ നിന്നോ ഓൺലൈനിലായിട്ട് പങ്കെടുക്കുന്നവരോ ഒക്കെ ഒന്ന് സഹകരിക്കണേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. എന്നെയോ പ്രിയരച്ചനെയോ നിങ്ങൾ അറിയിക്കുക. പലരും പല രീതിയിൽ അറിയിച്ചിട്ടുണ്ട്, അച്ഛാ ഞങ്ങൾ സഹായിച്ചോളാം, ഒരു തടസ്സവും വരികയില്ല എന്ന്. അത് ഒത്തിരിയേറെ സന്തോഷ കാരണമാണ്. അതോടൊപ്പം ബാക്കി പലരും ഇതൊന്ന് ചേർത്ത് പിടിച്ച് നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞ് ശ്രാദ്ധ ദിനത്തിന് വേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ള മേഖല ശക്തിപ്പെടുത്താൻ നിങ്ങൾ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് സഹായിക്കണേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാണ്. നമുക്ക് മുട്ടുകൾ മടക്കാം. സ്നേഹമുള്ളവരെ, നമുക്ക് മുട്ടുകൾ മടക്കി ദേവദാസൻ കനീസിയുസിൻ്റെ നാമരണ ജപം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കർത്താവ് നൽകുന്ന വചനം ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവിൻ. നമുക്ക് പല രീതിയിൽ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സന്തോഷിക്കാം. ഭൗതികമായ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സന്തോഷിക്കാനായിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നുമല്ല ഈശോ പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ പേര് ഇപ്പോൾ തന്നെ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കി. ഒന്ന് പ്രാർത്ഥിച്ചേ അതിനുവേണ്ടി. എൻ്റെ പേരും സ്വർഗത്തിൽ ദേവദാസൻ കനീസിയുസിനോടൊപ്പം എഴുതപ്പെടണമേ എന്ന്. അതിനെ ഓർത്ത് സന്തോഷിക്കാനായിട്ടാണ് കർത്താവ് പറയുന്നത്. അത് ആഗ്രഹിക്കുക, അത് പ്രാർത്ഥിക്കുക. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ തിരുവചനമാണത്. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവിൻ. നമുക്ക് ദേവദാസൻ കനീസിയുസിൻ്റെ നാമരണ ജപം വലിയ വിശ്വാസത്തോടെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യമായിട്ടുള്ള ഒത്തിരിയേറെ മക്കളുണ്ട് കേട്ടോ.
പ്രത്യേകിച്ച് പലതരത്തിലുള്ള രോഗികളുണ്ട്. അവർക്കൊക്കെ അനുഗ്രഹം കിട്ടണം. വലിയ തീഷ്ണതയോടെ ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ ഇളയദാസനായ കനീസിയസ് അച്ഛൻ വഴി അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഏത് പ്രതിസന്ധിയിലും ദൈവേഷ്ടം മുഴുവനായി നിറവേറ്റുവാൻ ജീവിതം മുഴിഞ്ഞു വെച്ച അദ്ദേഹത്തിന്റെ മാതൃക അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രചോദനമാകട്ടെ. വചനത്തിനനുസൃതമായി ജീവിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും പ്രകടമാക്കിയ തീക്ഷ്ണത ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ അനുഗ്രഹിക്കണമേ. നല്ലവനായ ദൈവമേ, അങ്ങേ മഹത്വത്തിനായി താരയിൽ വണങ്ങപ്പെടുന്നതിന് ഇടവരുത്തേണമേ. അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ നമ്മുടെ നിയോഗങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് ഓർക്കാം. അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഈ അപേക്ഷകൾ പരിശുദ്ധ കർമ്മലനാഥയും വിശുദ്ധ ചാവറാപിതാവും വഴി കർത്താവീശോമിശിഹായുടെ നാമത്തിൽ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ദൈവദാസൻ കനീസിയസ് അച്ഛൻ്റെ മധ്യസ്ഥ സഹായവും നാം എല്ലാവരോടും നമ്മുടെ എല്ലാ നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇടതും വലതുള്ളവർക്ക് നമുക്ക് സ്തുതി കൊടുക്കാം. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാനായിട്ട് അൾത്താരുടെ മുമ്പിലേക്ക് കടന്നു വരാം. അൾത്താരുടെ മുമ്പിലേക്ക് കടന്നു വന്ന് ആശീർവാദം സ്വീകരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് സൈഡിലും നിന്നുകൊണ്ട് നോവീസസ് ദേവദാസൻ കനീസിയസിൻ്റെ പടങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. അത് സ്വീകരിക്കുക. കുഞ്ഞുമക്കൾ വാങ്ങിക്കണമെന്നില്ല, മുതിർന്നവർ വാങ്ങിക്കുക. അത് അനുഗ്രഹ സ്ഥലത്ത് അത് സ്ഥാപിക്കുക. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇന്ന് ഈ ദിവസം കടന്നു വന്ന എല്ലാവരും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കനിവാനായ കർത്താവ് പ്രത്യേകമായി ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന ഈ നേർച്ച വസ്തുക്കളെ അനുഗ്രഹപ്രദമാക്കി മാറ്റുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വന്തം കനീസിയൂസേ, കാർമലിൻ ചൈതന്യം ജീവിച്ചോനേ, കരുതാരിലെരിയുന്ന കനിവിൻ്റെ കിരണങ്ങൾ കടലോളം നീ എന്നിൽ ചൊരിയണമേ. ദൈവത്തിൻ സ്വന്തം കനീസിയൂസേ, കാർമലിൻ ചൈതന്യം ജീവിച്ചോനേ, കരുതാരിലെരിയുന്ന
കനിവിൻ്റെ കിരണങ്ങൾ കടലോളം നീ എന്നിൽ ചൊരിയണമേ ചൊരിയണമേ. ദൈവേഷ്ടം അതുമാത്രം അത് മുഴുവൻ ജീവിപ്പാൻ കൃപൈകണമേ. ദൈവേഷ്ടം അതുമാത്രം അത് മുഴുവൻ ജീവിപ്പാൻ കൃപൈകണമേ. വചനം സേവിച്ചതിൻ പതരം സുവിശേഷമാ. വചനം സേവിച്ചതിൻ പതരം സുവിശേഷമാ. അരികിൽ അണഞ്ഞിടുമ്പോൾ എൻ ഹൃദയം ധന്യവുമാ. അരികിൽ അണഞ്ഞിടുമ്പോൾ എൻ ഹൃദയം ധന്യവുമാ. ദൈവേഷ്ടം അതുമാത്രം അത് മുഴുവൻ ജീവിപ്പാൻ കൃപൈകണമേ. ദൈവേഷ്ടം അതുമാത്രം അത് മുഴുവൻ ജീവിപ്പാൻ കൃപൈകണമേ. ദൈവത്തിൻ സ്വന്തം കനിസിയുസേ കാർമലിൻ ചൈതന്യം ജീവിച്ചോനേ. പരതാരിലെറിയുന്ന കനിവിൻ്റെ കിരണങ്ങൾ കടലോളം നീ എന്നിൽ ചൊരിയണമേ ചൊരിയണമേ. ദൈവേഷ്ടം അതുമാത്രം അത് മുഴുവൻ ജീവിപ്പാൻ കൃപൈകണമേ. ദൈവേഷ്ടം അതുമാത്രം അത് മുഴുവൻ ജീവിപ്പാൻ കൃപൈകണമേ.